ഏറെക്കുറെ ഒറ്റക്കെട്ടായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അങ്ങനെയാണ് അവസാനം ഈ ബാലൻസ് തെറ്റുന്നത്. അങ്ങനെയാണ് രാജഗോപാലൻ ഞാൻ പറയാം അങ്ങനെ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെടുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിലാണ്. പിന്നെ ഈ കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് വളരെ ശക്തമാണ്. കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള വേർതിരിവ്, ചേരിതിരിവെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും വേർതിരിവ് വളരെ പ്രബലമാണ്. കേരളത്തോടല്ല, ഇതിന് സത്യത്തിൽ കർണാടകത്തോടാണ് ഈ രണ്ട് മണ്ഡലങ്ങൾക്കും കൂടുതൽ സാദൃശ്യവും സാധർമ്യവും ഉള്ളത്. കേരളത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറയുമ്പോഴും കാസർഗോഡ് ചെന്നാൽ പിന്നെ നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവില്ല, അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കന്നഡ, തുളു, ബ്യാരി, ഇങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്നവർ. മലയാളം പറയുന്നവർ കുറവാണ്, മലയാളം പറയുന്നവരും ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓണമില്ലാത്ത സ്ഥലമാണ് കാസർഗോഡ് താലൂക്ക്. അറിയോ, കാസർഗോഡ് ഓണമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗം നമുക്ക് ജോഗ്രഫിക്കലായിട്ട് പറയാമെങ്കിലും സാംസ്കാരികമായിട്ട് കേരളത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ആ പ്രദേശത്ത് അത് മാത്രമല്ല, പണ്ട് മുതലേ തെക്കൻ കർണാടകം BJPയുടെ ഒരു കേന്ദ്രമാണ്. മംഗലാപുരം, ഉടുപ്പി, ആ പ്രദേശമൊക്കെ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ തുളു കന്നഡ സംസാരിക്കുന്ന ആളുകളാണ് BJPയുടെ പ്രവർത്തകർ. അതേ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾക്കും അവിടെ ഇതുണ്ട്. അവിടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ മുഴുവനും ഒന്നുകിൽ BJPയിലേക്ക് അല്ലെങ്കിൽ ലീഗിലേക്ക് പോയി. ഇപ്പോൾ ഹിന്ദു മുസ്ലിമും മാത്രമുള്ള അവിടെ. പിന്നെ കുറച്ച് CPMൻ്റെ വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ CPMൻ്റെ വോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ അവിടെ ആ ഹിന്ദു വോട്ടിൽ CPMൻ്റെ ഭാഗം ലീഗിലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അപ്പോൾ ഈ BJP ജയിക്കരുതെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഏറെക്കുറെ നിർബന്ധമുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചുള്ള വലിയൊരു ക്ഷീണവശം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഏത് കാലത്തും ദുർബലമാണ്. ശക്തനായൊരു നേതാവ്, ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ആകെ മാരാരായിരുന്നു. മാരാരുടെ കാലത്ത് BJP ഇത്ര ശക്തമായിട്ടില്ല. മാരാര് കഴിഞ്ഞാൽ പിന്നെ രാജഗോപാലുണ്ട്. അദ്ദേഹം എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ശക്തനായ നേതാവ് എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരാൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ നേതൃത്വത്തിൻ്റെ ദൗർബല്യം. പിന്നെ ഒരു വലിയ പ്രശ്നം, ഈ പാർട്ടി ദുർബലമാണെങ്കിലും അതിൻ്റെ അത് ഗ്രൂപ്പിന് യാതൊരു കുറവില്ല. കോൺഗ്രസ്സുകാരെ വെട്ടുന്ന ഗ്രൂപ്പാണ് BJP. ഏതെല്ലാം നിയമസഭാ സീറ്റുകളാണ് പ്രധാനമായും BJPക്ക് കിട്ടുവാൻ സാധ്യതയുള്ളത്? BJPക്ക് ആഞ്ഞു പിടിച്ചാൽ മഞ്ചേശ്വരം ജയിക്കാവുന്ന സീറ്റാണ്. പക്ഷേ CPMന് പോകുന്ന ഹിന്ദു വോട്ടുകൾ കൂടി അവർക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. കർണാടകത്തിലൊക്കെ ജയിച്ച പോലെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ മഞ്ചേശ്വരം സീറ്റ് ജയിക്കാം. ഒരു അനുകൂല സാഹചര്യത്തിൽ കാസർഗോഡും ജയിക്കാം. പക്ഷേ കാസർഗോഡ് ഹിന്ദു വോട്ടിനേക്കാൾ കൂടുതൽ മുസ്ലിം വോട്ടാണ് ഉള്ളത്, അത്ര തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. കാസർഗോഡൊക്കെ രണ്ടാം സ്ഥാനത്ത് വരാമെങ്കിലും ഒരിക്കലും ജയിക്കാൻ പറ്റിയില്ല, കാരണം ഈ മാർജിൻ വളരെ കൂടുതലാണ്. മഞ്ചേശ്വരത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. കാസർഗോഡിനേക്കാളും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം പിന്നെ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകത്തിൻ്റെ ഭാഗമാണ്. പിന്നെ BJPക്ക് ജയിക്കാവുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ നഗരമണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം നഗരവുമായിട്ട് ബന്ധപ്പെട്ട തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ വളരെ പ്രബലനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. തിരുവനന്തപുരം എന്ന് പറയുന്നത് പഴയ തിരുവനന്തപുരം വെസ്റ്റാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ ഈ തീരപ്രദേശമാണ്. അവിടെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ വളരെ പ്രോമിനൻ്റ് ആണ്. അവിടെ ഒരുപക്ഷെ BJPക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ പോലും ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യമുള്ളത്. പിന്നെ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. BJPക്ക് ജയിക്കാവുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നഗരമണ്ഡലം എന്ന് പറയുന്നത് നേമമാണ്. കഴിഞ്ഞ തവണ രാജഗോപാൽ മത്സരിച്ചു. അപ്പോൾ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ മഞ്ചേശ്വരത്തും അതുപോലെ നേമത്തും BJPക്ക് വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. BJPക്ക് ജയിക്കാം. പിന്നെ മധ്യ തിരുവിതാംകൂറിൽ ആറന്മുള ഇപ്പോൾ ആറന്മുള പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ മത്സരം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ജയം എന്ന് പറഞ്ഞത് വിദൂരത്താണ്. പല മണ്ഡലങ്ങളിലും BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ. ഇപ്പോൾ എറണാകുളത്ത് തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തൊക്കെ വളരെ BJP ദുർബലമായിട്ടുള്ള സ്ഥലമാണ്. BJPക്ക് അങ്ങനെ ചവിട്ടി പിടിച്ചാലും ഒരു 50,000 വോട്ടിൽ കൂടുതലൊന്നും ഒരിക്കലും കിട്ടില്ല. അത്ര